ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രുതിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ശ്രുതിയും കള്ളത്തരത്തിൻ്റെ കാര്യത്തിൽ പേര് കേട്ടവരാണല്ലേ. ഇരുവരും തൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നതിനായിട്ട് പലതരം കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ സച്ചി പിടിച്ചെടുക്കുന്നുണ്ട്. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് തെളിയുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് അങ്ങനെ പുറത്ത് വന്നിരിക്കുന്നില്ല. എന്നിരുന്നാലും ശ്രുതി കള്ളത്തിന് മേൽ പല കള്ളത്തരങ്ങളും പറഞ്ഞ് പിന്നെയും വരാലിനെ പോലെ തെന്നി മാറുകയാണല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് യാദൃശ്ചികമായിട്ട് സച്ചി എത്തുകയും ശ്രുതിയുടെ അല്ല പാർലർ എന്നുള്ള കാര്യം അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം വീട്ടിലേക്ക് ചെന്ന് രവിയോട് പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കാര്യം നീ ആരോടും തന്നെ പറയേണ്ടതില്ല, സത്യം എന്തായാലും മറന്നേക്ക് ഒരു നാൾ പുറത്തു വരും. ആ ഒരു സമയത്ത് കള്ളത്തരങ്ങൾ എല്ലാവരും തന്നെ ശ്രുതിയുടെ പിടിക്കപ്പെടും. അവൾ എന്ത് കാര്യത്തിൽ ഇങ്ങനെ കള്ളം പറഞ്ഞെന്ന് നമുക്കറിയില്ല, എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ തടഞ്ഞു നിർത്തുകയാണ് രവി. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ശ്രുതിയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് സച്ചി ഈ ഒരു കാര്യം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടൊരു പാർലറുള്ള, സ്വന്തമായിട്ട് അമ്മയുടെ പേരിൽ കടയുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ് എന്ന രീതിക്കൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് രവിയാണല്ലേ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി അറിഞ്ഞ ഈ ഒരു സത്യം, അതായത് ശ്രുതിയുടെ അല്ല ബ്യൂട്ടി പാർലർ എന്നുള്ള ഈ ഒരു സത്യം നമ്മുടെ ശ്രുതിയെ അറിയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അതിന് ഡീറ്റെയിലാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ശ്രുതി ഇന്റർവ്യൂവിന് പോയതിനു ശേഷം ശ്രുതിക്ക് ഒരു കനേഡിയൻ കമ്പനിയിലാണ് ജോലി കിട്ടുന്നത്. എന്നാൽ 14 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഈ ജോലി കിട്ടുകയുള്ളൂ എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും എല്ലാം തന്നെ ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. വേഗം തന്നെ ചന്ദ്ര കണ്ടെത്തുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയെ പോയി കാണുകയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഇളയച്ഛൻ്റെയോ കാല് പിടിച്ചിട്ട് 14 ലക്ഷം രൂപ കൊണ്ടുവരികയാണെങ്കിൽ ശ്രുതിക്ക് ഈ ഒരു ജോലി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും 14 ലക്ഷം രൂപ അച്ഛനോടോ ഇളയച്ഛനോടോ ചോദിച്ച് ശ്രുതി കൊണ്ടുവരണം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രയുടെ നോട്ടത്തിൽ പണക്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് അല്ലെങ്കിൽ ഇളയച്ഛനോട് സംസാരിച്ചിട്ട് പണത്തിന്റെ കാര്യം ഓക്കെ ആക്കാം, എന്തായാലും അടിച്ചെല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ സമാധാനിപ്പിച്ചതിനെ വിടുക കേട്ടോ. അപ്പൊ ഏതൊക്കെ വഴിക്ക് പോയാലും തൻ്റെ തലക്ക് തന്നെയുള്ള ആന്റി വന്ന് കുട്ടുന്നത് എന്നുള്ള സങ്കടത്തിലാണ് ശ്രുതി ഉള്ളത്. ഒരു പണത്തിന്റെ ഇടപാട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വരുന്നത് ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്കാണല്ലേ. അങ്ങനെ ഈ ഒരു കാര്യത്തിനും ശ്രുതിയെ തന്നെയാണ് ചന്ദ്ര ആശ്രയിക്കുന്നത്. എന്നാൽ നൈസായിട്ട് തന്നെ ചന്ദ്രയെ ശ്രുതി ഒഴിവാക്കി വിടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പല തവണകളായിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ജോലി കിട്ടുന്ന താല്പര്യമുണ്ട്, എങ്ങനെയും 14 ലക്ഷം രൂപ നീ അച്ഛനോട് സംസാരിച്ചിട്ട് മേടിച്ചു തന്നെ, എന്നാൽ മാത്രമാണ് എൻ്റെ സ്വപ്നങ്ങൾ പോലെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം ശ്രുതി ഒരു 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലിക്ക് പോകും, എന്നിട്ട് നമുക്ക് ഈ ഒരു കാനഡയൻ ജോബിനെ കുറിച്ച് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി ഒരു ജോലിക്ക് 6 മാസമല്ല 1 മാസം പോലും തികച്ചു നിൽക്കുകയില്ലാന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതി എറിഞ്ഞ ചൂണ്ടിൽ കൃത്യമായി തന്നെ ശ്രുതി കൊളുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ശ്രുതിക്ക് മറുപടി പറയാനൊന്നുമില്ല. ഒരിടത്തും തന്നെ 6 മാസത്തിലധികം ജോലിക്ക് താൻ നിന്നിട്ടുമില്ല. മാത്രമല്ല ഇനി നിൽക്കാൻ പോകുന്ന കമ്പനിയിൽ 6 മാസം നിൽക്കുമോ എന്നുള്ളത് ഉറപ്പില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലർ മീരയുമായിട്ട് ഇങ്ങനെ, ശ്രുതി ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല, ശ്രുതിക്ക് എന്തായാലും ജോലിക്ക് നിൽക്കണം താല്പര്യമുണ്ട്, മാത്രമല്ല ഇപ്പോഴത്തെ കനഡിയൻ ജോബിലേക്ക് പോകാനും താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ കയ്യിൽ എന്തായാലും ഇത്രയും പണമൊന്നുമില്ലല്ലോ ശ്രുതി, പിന്നെ നീ എങ്ങനെ ശ്രുതിനെ പറഞ്ഞു വിടുന്ന പറയുന്നതെന്ന് മീര ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ശരിയാണ്, എൻ്റെ കയ്യിലൊന്നും പണമൊന്നുമില്ല, പക്ഷേ ശ്രുതിക്ക് ജോലിയുടെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എങ്ങനെയും പണം ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി യാദൃശ്ചികമായി തന്നെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നത് കേട്ടോ. ശ്രുതി മാഡം എന്ത് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് മാഡം അകത്തുണ്ടെന്ന് നമ്മുടെ നിൽക്കുന്ന സ്റ്റാഫ് പറയുകയാണ്. വേഗം തന്നെ ശ്രുതി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും പാർലറിൻ്റെ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി വരുന്ന സമയത്താണ് ബോർഡിലേക്ക് നോക്കുന്നത്. ബോർഡിൽ നോക്കുന്ന സമയത്ത് അമ്മയുടെ പേരിലുള്ള ബോർഡിന് പകരമായിട്ട് അവിടെ വേറൊരു കമ്പനിയുടെ ബോർഡിലാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതി ചിന്തിക്കണേ, എൻ്റെ ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് ഇവള് മാറ്റിയോ, എൻ്റെ അമ്മയുടെ പേരിലുള്ള ബ്യൂട്ടി പാർലർ ആയിരുന്നല്ലോ ഇതെന്നൊക്കെയാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അകത്തേക്ക് വന്നിട്ട് ഫ്രണ്ട് സ്റ്റാഫായിട്ട് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതെയോ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് മീരയായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുകയാണ് ശ്രുതി. ഈ ഒരു സമയത്ത് മീര പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്താ പറ്റിയത്, പുറത്ത് വന്നിരിക്കുന്ന ശ്രുതിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാം ശ്രുതിയാണ് പുറത്ത് വന്നിരിക്കുന്നതെന്നാണല്ലോ ഇപ്പോൾ നിത്യ വന്ന് പറഞ്ഞിട്ട് പോയത്, എനിക്കറിയാം എന്ന് പറയുകയാണ്. അതല്ല ശ്രുതി, ബ്യൂട്ടി പാർലറിന്റെ പേര്, ആ ഒരു പേര് ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നല്ലല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല, നീ വേഗം ചെല്ലി എന്ന് മീര പറയുന്ന സമയത്താണ് ശ്രുതിയും ഈ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ അയ്യോ അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ ബോർഡിൽ നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ. വേഗം തന്നെ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പിടിക്കപ്പെട്ടു എന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത്, അമ്മയുടെ പേരിലുള്ള ബ്യൂട്ടി പാർലർ എന്ന് ഇവിടുന്ന് മാറ്റിയത്, ഇതിപ്പോൾ അമ്മയുടെ
പേരിലല്ല ഇരിക്കുന്നത്, നീ എൻ്റെ ഈ ഒരു കാര്യം പറയാതിരുന്നത്, ഇപ്പം നിന്റെ ബ്യൂട്ടി പാർലർ അല്ലേ ഇതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന സമയത്ത്, അല്ല ശ്രുതി എല്ലാം സമാധാനത്തോട് സംസാരിക്കാം, ശ്രുതി വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പാർലറിൻ്റെ അകത്തേക്ക് കയറാട്ടെ ശ്രുതി. എന്നിട്ട് പറയുകയാണ്, ഇത് ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലറിന്റെ പേരാണ്, അവരുമായിട്ട് ടൈപ്പ് നമുക്കുണ്ട്, ഓണർ ഞാൻ തന്നെയാണ്, കിട്ടുന്ന വരുമാനം എനിക്ക് തന്നെ. പിന്നെ ആന്റിയുടെ പേര്, അത് നമ്മുടെ ഈ വലിയ ബ്യൂട്ടി പാർലറിന്റെ ബോർഡിന്റെ താഴെ തന്നെ ആന്റിയുടെ പേര് വരുന്നുണ്ട്. നേരത്തെ ഡിസൈൻ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുതിയ ഡിസൈൻ ആക്കാനായിട്ട് ഞാൻ പുറത്ത് കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വെക്കും, കാരണം നമ്മൾ ടൈപ്പായി ചെയ്യുന്നതാണല്ലോ, നമ്മുടെയാണല്ലോ ബ്യൂട്ടി പാർലർ, ആന്റിയുടെ പേരിലുള്ള പാർലറുമാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഫേമസ് ആയ കമ്പനിയുടെ പേര് വലുതായിട്ട് കാണിക്കുകയാണെങ്കിൽ അവരുടെ വർക്ക് കൂടെ നമുക്ക് കിട്ടും, നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാളും ഇരട്ടി ലാഭം മേടിക്കാൻ പറ്റുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ആകെ അതിശയത്തോട് തന്നെ നോക്കി നിൽക്കാട്ടെ മീര, കാരണം സത്യാവസ്ഥകളെല്ലാം തന്നെ മീരയ്ക്ക് അറിയാലോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, ഓഹോ ഇത്ര വലിയ ലാഭമുള്ള കാര്യമായിരുന്നല്ലോ ഇത്, എന്തായാലും ബ്യൂട്ടി പാർലറിന്റെ പേര് അത് താഴത്തെ അമ്മയുടെ പേര് നീ വെക്കണം കേട്ടോ, പുറത്ത് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ബോർഡ് കിട്ടുമ്പോൾ തന്നെ അത് ഇവിടെ തൂക്കണം കേട്ടോ ശ്രുതി. പിന്നെ ഈ ഒരു കാര്യം ഞാൻ വീട്ടിൽ പോയി പറയട്ടെ, അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവും, കുറച്ചുകൂടെ ബ്രാൻഡഡ് കമ്പനിയുടെ കൂടെ ചേർന്നല്ലേ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്, എന്തായാലും ഈ ഒരു കാര്യം അറിയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും, താൻ ഇതൊക്കെ പോയി പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസം നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.